നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27, 28, 29 വാക്യങ്ങൾ ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. മത്തായി 9:27 മുതൽ ഒന്ന് വായിച്ചാൽ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവനെ പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമോ എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അടുത്തത്, അവൻ അവരുടെ കണ്ണിനെ തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. മതി. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ചിന്തനീയമായ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകി തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായ, ലളിതമായ, ആർക്കും വായിച്ചാൽ ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലാകുന്ന നിലയിലാണ് അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യകതയില്ല. അത് വായിക്കുമ്പോൾ തന്നെ ഇന്നതാണ് സാഹചര്യം, ഇന്നതാണ് അവിടെ നടന്നത്, ഇന്ന പോലൊക്കെ അവിടെ നടന്നു എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകാൻ പറ്റും. സ്തോത്രം. എങ്കിൽ പോലും കർത്താവിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പ്രൈസ് ദി ലോർഡ് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ അകത്ത് ആഴമായ ചില വെളിപ്പാടുകൾ മറഞ്ഞിരിപ്പുണ്ടായിരിക്കും. അതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ വചനം എന്ത് ചെയ്യണം? ധ്യാനിക്കണം, പഠിക്കണം, കേൾക്കണം. അതൊക്കെ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വായിക്കുമ്പോൾ ലളിതമാണെങ്കിലും അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ടീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആഴമേറിയ ചില മർമ്മങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് ആ തിരുവചനം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് എനിക്കറിയാം. 2 കുരുടന്മാരെ കാണാത്ത ആരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണ് കാണാത്തവരെ, കാഴ്ചയില്ലാത്തവരെ കണ്ടിട്ടില്ലേ? എപ്പോഴും പറയാറുള്ള എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടാകുമ്പോ എന്റെ ഈ പുറകെ സീറ്റ്, ബാക്ക് സീറ്റ്, ഹല്ലേലൂയ, സംസാരിക്കുമ്പോ പലരും പറയാറുള്ള കണ്ണുള്ളൂ അല്ലേ? കണ്ണുള്ളുമ്പോ നിങ്ങളാരും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും. കണ്ണുള്ളുമ്പോ കണ്ണിന്റെ വില അറിയത്തില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ആ വ്യക്തി ഉള്ളുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മേഖല ഉള്ളുമ്പോൾ, അത് മാറിക്കഴിയുമ്പോൾ പിന്നെ അതിന്റെ വില മനസ്സിലാകും എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പൊ 2 കുരുടന്മാരെ കുറിച്ച് അവിടെ പറയുന്നു. അത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. 2 കുരുടന്മാർ. പിന്നെ പറയുന്ന യേശു.
യേശു ആരാ നിങ്ങൾക്കറിയാം. അടുത്തത് അവിടെ വെളിപ്പെടുത്തുന്നു ഒരു ഹീലിംഗ് ആണ്, ഒരു സൗഖ്യം, അല്ലെ? അപ്പൊ ഈ വായിച്ച വാക്യത്തിലെല്ലാം വ്യക്തമായി മനസ്സിലാകുന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് സുവിശേഷകരിലൂടെ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഈ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്റെ കണ്ണുകളെ യേശു തൊട്ടതാണ്, എന്റെ കാഴ്ചയെ യേശു തൊട്ടതാണ്. കർത്താവ് തന്ന കാഴ്ചയാണ് എന്റെ കണ്ണുകൾക്കുള്ളത്. അപ്പൊ ഈ വചനം പ്രസംഗിക്കുമ്പോ എനിക്ക് ഇച്ചിരി ആവേശം കൂടും. നിങ്ങൾക്ക് കൂടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, കേട്ടാ മതി. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ആവേശം വല്ലതും വന്നാ നിങ്ങൾ സ്തോത്രം ചെയ്തു. പക്ഷെ എനിക്ക് കൂടും, കാരണം ഇതിന്റെ അകത്ത് അവരനുഭവിച്ചൊരു ഹീലിംഗ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. Praise the Lord. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കർത്താവ് അനേക കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അനേക കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കി, അല്ലേ? ഒരാളെ മാത്രമല്ല, ഒത്തിരി കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കിയ ഇൻസിഡൻസ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ നമുക്ക് കിട്ടും, ദൈവത്തിന്റെ കൃപ. എന്നാൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. കർത്താവ് ചെയ്ത പ്രവൃത്തികളെ എഴുതി തീർക്കാൻ തക്കവണ്ണമുള്ള ഒരു പുസ്തകത്തിന് കഴിയത്തില്ല. അത്രത്തോളം 3.5 വർഷം കൊണ്ട് കർത്താവ് തന്റെ അധികാരത്തെ ഈ ഭൂമി വെളിപ്പെടുത്തി. പക്ഷെ നമ്മൾ ഉള്ള കുരുടന്മാരെ വെച്ച് പഠിക്കുമ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് അവരെ തിരിക്കാം. 2 കാറ്റഗറിയാ. ഒന്ന്, ജന്മന കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യർ. അങ്ങനെയുള്ളവർ വിശുദ്ധ ബൈബിളിൽ അവര് ജനിച്ചപ്പോഴേ അവർക്ക് എന്തില്ല? കാഴ്ചയില്ല. ജനിച്ചപ്പോഴേ അവർക്ക് കാഴ്ചയില്ല. എന്നാൽ രണ്ടാമത്തതെന്ന് പറയുന്നത്, അവർ ജനിച്ചപ്പോ അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് എപ്പോഴോ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ 2 കാറ്റഗറി തിരിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. പക്ഷേ ഈ 2 കാറ്റഗറി തിരിച്ച് ഞാൻ പഠിച്ചപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞല്ലേ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ 2 കാറ്റഗറി പെടുന്നവരെയും യേശു വിടുവിച്ചു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? മനസ്സിലായവര് മാത്രം സ്വന്തം ഹല്ലേലൂയ. ജന്മന കാഴ്ചയില്ലാത്തവരെയും എന്നാൽ ഇടക്കാലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരെയും ഒരുപോലെ കർത്താവ് സൗഖ്യ. അതിന്റെ അർത്ഥം അവർ ഫേസ് ചെയ്ത വിഷയം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കർത്താവിന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പോൾ അവരനുഭവിക്കുന്ന അന്ധതയാണ് അവരുടെ വിഷയമെങ്കിൽ അതെപ്പോൾ ആരംഭിച്ചു എന്നുള്ളത് കർത്താവിന്റെ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് അത് വിഷയമല്ല. നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ അതെപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കർത്താവിന് വിഷയമല്ല. അതെപ്പോ വേണമെങ്കിലും ആരംഭിച്ചോളൂ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെന്നാൽ അത് എപ്പോൾ ആരംഭിച്ചതാണേലും കർത്താവിന് അത് വിഷയമല്ല. അതിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. സ്തോത്രം. ഞങ്ങളുടെ ഫാമിലിയിൽ
സ്തോത്ര ഹല്ലേലൂയ. എന്റെ അമ്മയുടെ സഹോദരി നീണ്ട 25 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചത്. അവര് 2.5-3 സെന്റിനകത്തൊരു വീട്ടിലാണ് താമസിച്ചു. അവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, നിങ്ങൾ വെക്കാത്ത ഭവനത്തിൽ നിങ്ങൾ പാർക്കും, നിങ്ങൾ കുടിക്കാത്ത കിണറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കും. 5 സെന്റ് സ്ഥലത്തിന് ഒരു വീടിനും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം പറഞ്ഞ വാക്കിനെ മുറുകെ പിടിച്ചു, വിശ്വസ്തയോടെ നിന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് അവർക്ക് 22.5 സെന്റ് സ്ഥലവും ഒരു മനോഹരമായ വീടും അവർക്ക് ദൈവം കൊടുത്തു. സ്തോത്രം. പഴയ വീടുണ്ട്, പഴയ സ്ഥലവും, കുടുംബ വീടുണ്ട്, അത് നല്ലൊരു വീടാണ്. മൊത്തത്തിൽ പറഞ്ഞ ഇപ്പം 3 വീട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഏത് സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഹൃദയംഗമായ ഒരു മനസ്സു വെച്ചാൽ നീ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എപ്പോൾ ആരംഭിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വിഷയം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അസുഖം വന്നു. മോടെ പേരെന്തോ? ഐശ്വര്യ. ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യക്ക് ഒരു അസുഖം വന്നു. എക്സാമ്പിൾ ആട്ടോ, ഒരു കുഴപ്പമില്ല, ധൈര്യം. ഒരു ഡോക്ടറിനെ കാണാൻ പോവാ. ഡോക്ടറിനെ കാണാൻ പോകുമ്പോ ഡോക്ടർ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതെപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോഴാ ഈ അസുഖം വന്നു? ഫോർ എക്സാമ്പിൾ, ഒരു പനിയാണ്, എപ്പോഴാ തുടങ്ങിയത്? അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്തിലെ വൈദ്യന്മാരാകട്ടെ സാഹചര്യങ്ങളാകട്ടെ അതെപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് അവർ ചോദിക്കും. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. എന്നാൽ ഞാൻ ഇന്ന് പകൽ ഒരു വിഷയം നിങ്ങളോട് പറയാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിഷയവുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അതെപ്പോൾ തുടങ്ങി, എന്ത് തുടങ്ങി, എന്താണ് അതിൻ്റെ അകത്ത് വിഷയം, ഇതൊന്നും എന്റെ കർത്താവ് ചോദിക്കുക, ഇതൊന്നും കർത്താവിന് അറിയേണ്ട കാര്യമില്ല. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, നിന്റെ വിഷയം ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട പോലെ നീ കൊടുത്താൽ, ഇന്ന് പകൽ ഞാൻ ദൈവശബ്ദം കൈമാറാം, അതിനെ അനുഗ്രഹിക്കാൻ, അതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ കൈമാറാൻ കരുത്തുള്ളൊരു ദൈവം വിശ്വസിക്കുന്ന ഒരു രാമേ പറഞ്ഞു. ഹല്ലേലൂയ. അതാണ് കാര്യം. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടതാണെങ്കിലും, ഇടക്കാലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടതാണെങ്കിലും കർത്താവിന് അത് വിഷയമല്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കണ്ട. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. ആ മനുഷ്യനെ കുറിച്ച് അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്, ഹല്ലേലൂയ, ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് വ്യക്തമായി ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യം, ആര് പാപം ചെയ്തിട്ടാ? അല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രതികൂലാവസ്ഥ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്തോ തെറ്റാ കർത്താവേ, എന്തോ തെറ്റാ ഞാൻ ചെയ്തത്? ഹല്ലേലൂയ, നമ്മൾ ചോദിക്കാറുള്ളതാ. സ്തോത്രം ചെയ്യുന്നു. ശിഷ്യന്മാരുടെ ചോദ്യം, അവര് ചോദിച്ചതിന് വേറൊരു ചരിത്രമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇങ്ങനെ ആകത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവന്റെ അപ്പനോ അമ്മയോ മറ്റുള്ള ആരെങ്കിലും ആണോ പാപം ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ മറുപടി, ആരും പാപം ചെയ്തതല്ല, ഇവനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഇവനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ഇന്നുവരെ അവൻ പോലും കാണാത്ത, ഇന്നുവരെ അവന്റെ ഭവനം കാണാത്ത, ഇന്നുവരെ അവിടുള്ള ആരും കാണാത്ത
ഒരു ദൈവത്തിന്റെ പ്രവർത്തനം അവന്റെ ലൈഫിൽ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകുന്നത്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉണർത്തുന്നു. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിനക്കുള്ള മറുപടി നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാറുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ടെന്ന് ഇന്നലെ ആത്മാവിന്റെ കൈമാറുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് സുന്ദരങ്ങളെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ ചില സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ, ചെയ്യേണ്ട പോലെ പലതും ചെയ്തിട്ടും ചില സിറ്റുവേഷൻസ് മാറുന്നില്ലെങ്കിൽ, നിന്റെ പകൽ ആ നിലയിൽ ആരെങ്കിലും ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിന്റെ പകൽ നിന്റെ ഹൃദയത്തെ നോക്കിയ പരിശുദ്ധാത്മാവിന് ഒരു കൂട് പറയാനുള്ളത്, അവൻ നിന്നെ പകർക്കാനല്ല, അവൻ നിന്നെ മുടിക്കാനല്ല, അവൻ നിന്നെ അവൻ ഉപേക്ഷിച്ചതല്ല, മറിച്ചൊരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് നീ പോലും ഇന്നലെ കാണാത്ത, നിന്റെ കുടുംബക്കാർ കാണാത്ത, അല്ലെങ്കിൽ ആരും ഇന്നലെ കാണാത്ത എന്ന് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു മനുഷ്യനെ ദേശത്ത് നിന്ന് പുറത്തിറക്കിയിട്ട് അവന്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. നീ ഇപ്പൊ എന്താ കാണുന്നു? ഞാൻ മനുഷ്യനെ മരങ്ങൾ പോലെ കാണുന്നു. അതിന്റെ അർത്ഥം അവൻ മനുഷ്യനെ കണ്ടിട്ടു എന്ന് വെച്ചാൽ അവൻ ജനിച്ചപ്പോൾ അവന് കാഴ്ച ഉണ്ടായിരുന്നു, ഇടക്കാലം കൊണ്ട് എവിടെയോ നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ അടുത്ത കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണ് തുറന്നു. ജന്മന കാഴ്ചയില്ലാത്ത മനുഷ്യനെ, ഇടക്കാലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഒരുപോലെ സൗഖ്യമാക്കിയ ഒരുവൻ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ആഗതനായിട്ടുണ്ട്, ഇതിന്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പകൽ രോഗ സൗഖ്യം ഇതിന്റെ അകത്ത് നടക്കും, ചില ഹീലിംഗ് ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധന്മാരുടെ ഉണർത്തുന്നു. നീ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ, ചില രോഗത്തിന്റെ ആത്മാവിന് എന്റെ ദൈവ സൗന്ദര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ പുറത്തു പോലും പറയാൻ പറ്റാത്ത ചില രോഗത്തിന്റെ അസ്വസ്ഥതകളാണ് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. എന്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. എന്റെ ഒരു സ്നേഹിതനുമായി അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ബയോപ്സി എടുത്ത് മറ്റ് MRI ടെസ്റ്റുകൾ, CT എല്ലാം എടുത്തപ്പോ 2 പ്രാവശ്യം എടുത്തു. അതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ടായി, ക്യാൻസർ. എന്നാൽ ആ കർത്താവിന്റെ ദാസൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ദൈവദാസൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ക്യാൻസർ രോഗത്തെ എന്റെ കർത്താവ് സൗഖ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു വിഷയമാണ്, മറ്റുള്ളവരോട് പോലും ഒന്ന് തുറന്ന് പറയാൻ കഴിയാത്ത ചില രോഗ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഈ വചനം നിന്നെ സൗഖ്യമാക്കും, ഈ വചനം നിന്നെ സൗഖ്യമാക്കും.
ചിലർ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗ കഷ്ടങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. തലേ കൈവച്ച് ഞാൻ ഗുരു പറയുന്നില്ല, പക്ഷേ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂത് പോലെ പറയാൻ പറയുന്നു. ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് ചില ഹീലിംഗിന് വെളിപ്പെടും. ഇത് ശരീരത്തിന്റെ അകത്തലക്കുന്ന ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാണ്. ഇന്ന് പകലൊരു സംഖ്യ നടക്കും. ഇന്ന് പകലൊരു സൗഖ്യം നടക്കും. ഇന്ന് പകലൊരു സൗഖ്യം നടക്കും. ഇന്ന് പകലൊരു സൗഖ്യം നടക്കും. വൃന്ദന്മാരെ വിളിച്ച സൗഖ്യത്തിന്റെ ശക്തി ഇന്ന് പകൽ ചിലരെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ പ്രവചനം കൈമാറുന്നു. ഇവിടെ രണ്ട് കുരുടന്മാരെ കുറിച്ച് പറയും. നമുക്ക് വചനത്തിലേക്ക്. രണ്ട് കുരുടന്മാർ. ഈ രണ്ട് കുരുടന്മാർ ജന്മന കാഴ്ചയില്ലാത്തവരാണോ, ഇടക്കാലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരാണോ എന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവർ രണ്ടുപേരും കുരുടന്മാരാണ്. 27ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചാട്ടെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ ദാവീദ് പുത്ര, ഒന്നാമത്തെ അവരുടെ ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ, ഒരു അഭ്യർത്ഥന കേട്ടോ, ഒരു റിക്വസ്റ്റ് കേട്ടോ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. സ്വതന്ത്രം. ഈ ഗൗരവമേറിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നവർ ഈ നിലയിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ ചോദ്യം കേട്ടോ. ഞങ്ങളോട് കരുണ കാണും. ഞങ്ങളോട് കരുണ കാണും. ഈ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പല ഭവനങ്ങളിൽ ഞാൻ പ്രെയർ ചെയ്യാൻ പോകും. ചർച്ചുകളിൽ ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടതാണ്. ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടു. പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. പക്ഷേ ആരും ഞങ്ങളോട് കരുണ കാണിച്ചില്ല. പലരും പ്രാർത്ഥിച്ചത് കൊണ്ട് വലിയ പ്രയോജനമായി. പ്രാർത്ഥിക്കേണ്ട പോലെ എന്ത് ചെയ്തില്ല. പണമുള്ളവന്റെ ഭവനത്തിൽ അതനുസരിച്ചൊരു പ്രാർത്ഥന, പൈസ ഇല്ലാത്തവന്റെ വീട്ടിൽ വേറൊരു പ്രാർത്ഥന. അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസം അനുഭവിച്ചവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങളോടൊരു കരുണ കാണിക്കാൻ ആരും. ഞാൻ അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കരുണ കാണിക്കാൻ ഒരു ദൈവമുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ആരാലും കരുണ കാണപ്പെടുന്നില്ലെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ പറയാം, ആര് കരുണ കാണിച്ചില്ലെങ്കിലും കർത്താവ് കരുണ. അത് വിശ്വസിക്കുന്ന രാമൻ. ആര് കരുണ കാണിച്ചില്ലെങ്കിലും നസ്രയനാകുന്ന യേശു നമ്മളോട് കരുണ കാണിക്കാതിരിക്കത്തില്ല. അപ്പൊ അവരുടെ നിലവിളി കേട്ടോ, കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണം. ഹല്ലേലൂയ. അനുകമ്പ, അലിവ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഞങ്ങളോട് അനുകമ്പ കാണിക്കണം, ഞങ്ങളോട് അലിവ് കാണിക്കണം, ഞങ്ങളോടൊന്ന് മനസ്സലിയണം. സ്തോത്രം. ചില വൈഷമ്യമേറുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എന്നെ കൈവിടരുത്,
കർത്താവേ, എന്നെ ഉപേക്ഷിക്കരുത്, എന്നോട് അനുകമ്പ കാണിക്കണം, എന്നോട് അലിവ് കാണിക്കണം, എന്നെ സഹായിക്കാൻ നീ അല്ലാതെ ആരുമില്ല. ഇതൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ വായിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ താഴെ. നിലവിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പിന്തുടർന്നു. ഹല്ലേലൂയ. നിലവിളിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? പിന്തുടർന്നു. ഈ കുരുടന്മാരാണ് രണ്ടുപേരും അല്ലേ? ഒരു കുരുടന് മറ്റൊരു കുരുടൻ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ കുരുടന്മാരൊക്കെ റോഡ് സൈഡിൽ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ ക്രോസ് ചെയ്യിപ്പിക്കും റോഡ്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ പിള്ളേർ? ഉണ്ടോ? ഓഫീസറെ സ്വതന്ത്രം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു കുരുടനെ മറ്റൊരു കുരുടന് വഴി കാണിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിശ്വാസി ഒരു അവിശ്വാസിയോടുകൂടെ ചേർന്ന ഒന്നെങ്കിൽ അവൻ വിശ്വാസിയാവും, അല്ലെങ്കിൽ ആ വിശ്വാസി എന്താവും? അവിശ്വാസിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യം. എന്ന് വെച്ച് വിശ്വാസത്തിലല്ലാത്തവരെ എന്താ പറയാ, സ്നേഹിക്കണ്ടെന്നോ കരുതണ്ടെന്നോ ചേർത്ത് പിടിക്കണ്ടെന്നോ അല്ല. വിശ്വാസത്തിൽ വന്നിട്ട് അവിശ്വാസ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കുരുടനെ മറ്റൊരു കുരുടന് വഴി കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ കേട്ടേ, അവർ രണ്ടുപേരും ഒരുപോലെ ഒരുവനെ പിന്തുടർന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരുവനെ എന്ത് ചെയ്തു? പിന്തുടർന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നലകളിൽ അവരുടെ യാത്രകളിൽ അവരെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഞങ്ങൾ പിന്തുടരുന്നത് ഹല്ലേലൂയ പിന്തുടരേണ്ടവനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇന്ന് ഞാൻ പിന്തുടരുന്നത്, ഞാൻ ആരെയാണോ പിന്തുടരേണ്ടത് അവനെ തന്നെയാണ് പിന്തുടരുന്നതെന്നൊരു കാഴ്ചപ്പാട് അവരുടെ ഉള്ളിൽ വന്നു. പുറം കണ്ണ് ഹല്ലേലൂയ പ്രകാശമില്ലെങ്കിലും അവരുടെ ഉൾക്കണ്ണിനെ തുറക്കാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന പാത റൈറ്റ് വേ ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കത് മനസ്സിലായി. ക്രിസ്തുവിനോട് ഞാൻ ഇന്ന് പകലൊരു വിഷയം പറയാം. ഇന്നലകളിൽ വരെ ആ കുരുടന്മാർ പോയിക്കൊണ്ടിരുന്നത് അവരുടെ വിഷയത്തിന്റെ പുറകെയാണെങ്കിൽ, ഇന്നവർ തിരഞ്ഞെടുത്തത് വിഷയത്തിന്റെ പുറകെയല്ല, മറ്റൊരുവന്റെ പുറകെയാണ് അവർ പോയത്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ അവരുടേതാകുന്ന വിഷയത്തിന്റെ പുറകെ അവരിത്രയും നാളും സഞ്ചരിച്ചപ്പോൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ അവർക്കൊരു ഉത്തരം ലഭിക്കപ്പെടാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവർ ഇന്ന് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വിഷയത്തിന്റെ പുറകെയല്ല, പിന്നെയോ വിഷയത്തിന്റെ പുറകെയല്ല, പിന്നെയോ നസ്രയന്റെ പുറകെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലൊരു ദൂത് പറയുന്നു. ചിലരുടെ കാഴ്ചപ്പാട് ഈ വചനത്തിന്റെ മുമ്പിൽ മാറണം. ചിലരുടെ കാഴ്ചപ്പാട് ഈ വചനത്തിന്റെ മുമ്പിൽ മാറണം. ചിലരുടെ കാഴ്ചപ്പാട് ഈ വചനത്തിന്റെ മുമ്പിൽ മാറണം. വിഷയത്തിന്റെ പുറകെ സഞ്ചരിക്കുന്ന രീതികൾ ഇന്ന് പകൽ മാറ്റിയിട്ടുണ്ട്.
അല്ലെങ്കിൽ യേശുവിന്റെ പുറകെ സഞ്ചരിക്കാൻ നിന്റെ കാഴ്ചപ്പാടിനെ നിനക്കൊന്ന് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്നെ യേശുവിനെ ആരും പിൻവലിക്കുന്നോ അവന്റെ പുറകെ വിഷയത്തിന് മറുപടി വരും. എത്ര പേർക്ക് അത് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് അത് പറഞ്ഞ മനസ്സിലാവും? വിഷയത്തിന്റെ പുറകെ പോയാൽ മറുപടി നിന്റെ പുറകെ വരച്ചില്ല. എന്നാൽ യേശുവിന്റെ പുറകെ പോയാൽ മറുപടി നിന്റെ പുറകെ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് ഇടപെടുക. ചില വിഷയത്തിന്റെ പുറകെ പോകുക. നിന്റെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റുക. നസ്രയന്റെ പുറകെ ഇന്നത്തെ പോകാൻ തീരുമാനമെടുത്താൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിന്റെ പുറകെ പോകുന്നവന്റെ പുറകെ ചില മറുപടികൾ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു കര കാണാതെ, ഒരു തീരെ കാണാതെ പടകുപോലെ ചില വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നവരെ ആത്മാവിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്നലെ പറയുന്നുണ്ട്. വിഷയത്തിന്റെ പുറകെ നിന്റെ താഴ്വപ്പ് മാറ്റിയിട്ട് യേശുവിന്റെ പുറകെ പോകാൻ തയ്യാറാണെങ്കിൽ ആരാധനയെ, പ്രാർത്ഥനയെ, ഉപവാസത്തെ, ക്രിസ്തീയ ജീവിതത്തെ നീ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ നീ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മറുപടി നിന്നെ തേടി വരുമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചത്. ആത്മാവിനോട് പ്രാപിച്ചത്. ആത്മാവിനോട് പ്രാപിച്ചത്. ആത്മാവിനോട് പ്രാപിച്ചത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ വചനത്തിന്റെ പ്രവർത്തനം ഇതിനകത്ത് നടക്കും. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, എത്ര നാളുകൊണ്ട് പല വിഷയത്തിന്റെ പുറകെ നടക്കുക? എത്ര നാളുകൊണ്ട് പല വിഷയത്തിന്റെ പുറകെ നടക്കുക? പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടിയോ? പ്രതീക്ഷിച്ചൊരു മറുപടി കിട്ടിയോ? ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ കുരുടന്മാരതാ ചെയ്തു. ഇന്നലകളിൽ വരെ മേ ബി മനുഷ്യനെ ആശ്രയിച്ച് കാണുമായിരിക്കും. പക്ഷെ അതിന്റെ അകത്തൊന്നും അവർക്കൊരു റിസൾട്ട് വരാതിരുന്നപ്പോൾ അവർ യേശുവിനെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. അവർ യേശുവിനെ കുറിച്ച് കേട്ടു. എന്നോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഇന്ന് നിന്റെ അകത്തെ കാഴ്ചപ്പാടിനെ ദൈവം മാറ്റും. യേശുവിനെ പിൻപറ്റിയാലേ, യേശുവിനോട് ചേർന്നിരുന്നാലേ, യേശുവുമായിട്ട് മുൻപോട്ട് പോയെങ്കിലേ എന്റെ ചില മറുപടികൾ എന്നെ തേടി വരത്തുള്ളെന്ന് മനസ്സിലാകുന്ന നിലയിലേക്ക് കാഴ്ചപ്പാടിനെ തിരിക്കുന്നത് ഞാൻ കാണുന്നു. ആരുടെയും നിർബന്ധത്താലല്ല. ഇന്ന് ഈ വചനം നിന്റെ അകത്ത് കയറുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു നവീകരണം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ. നിങ്ങൾ ഇസ്രായേൽ ജനത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ അറിയാലോ. ഹല്ലേലൂയ. നീണ്ട 40ഓളം വർഷം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തിനെ സർവശക്തനാകുന്ന ദൈവം നടത്തുമ്പോൾ ആ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
അവരുടെ മുൻപേ ഒരു ദൈവ സാന്നിധ്യം പോയിക്കൊണ്ടിരുന്നു. അതിന്റെ പേരാണ് ഷെക്കേന. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവര് പോകേണ്ട റൂട്ടിനെ അവർക്ക് കാണിച്ചു കൊടുത്തത് ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവർക്ക് പോകേണ്ട റൂട്ടിനെ കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ എഴുതി, എവിടെ ദൈവ സാന്നിധ്യം നിൽക്കുന്നോ അതിന്റെ താഴെ അവർ കൂടാരമടിച്ചു. ഹലോ, എവിടെ ദൈവ സാന്നിധ്യം നിൽക്കുന്നോ അതിന്റെ നേർ താഴെ അവർ കൂടാരമടിച്ചു. എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിന്റെ അകത്താണ് അവരുടെ കൂടാരം. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, ആ പോയവർക്ക് ഒന്നിനും ഒരു കുറവ് വന്നില്ല. ആമേൻ, 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 ആമേൻ. ഒന്നിനും ഒരു കുറവ് വന്നില്ല, ഒന്നിനും ഒരു കുറവ് വന്നില്ല. ദൈവത്തിന്റെ വചനം എഴുതി, നീണ്ട 40 നടന്ന് അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ ചെരിയ. സ്തോത്രം. നമ്മുടെ അലമാരിക്കകത്ത് എന്തോരം വസ്ത്രം അല്ലേ? കഴിഞ്ഞ ആഴ്ച ഇട്ടുണ്ടോ വന്നതാണോ ഈ ആഴ്ച ഇട്ടുണ്ടോ? പല കളറിൽ, പല ഡിസൈനിൽ അല്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പോ കണ്ട ഒന്നുമില്ലാത്തവരെ പോലെ. സ്തോത്രം അല്ലേ? പല കളറിൽ, പല ഡിസൈനിൽ. സ്തോത്രം. അലമാരി തുറന്നാൽ ഡ്രസ് താഴെ വീഴുന്ന വിധത്തിലാ തള്ളി വെച്ചിരിക്കുന്നു. ആർക്കെങ്കിലും കൊടുക്കുമോ? അതുമില്ല, വെച്ചോണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പത്തനാപുരത്തുനിന്ന് ഓർഫനേജിൽ നിന്ന് ആൾക്കാർ വന്നു. ഞാൻ അങ്ങനെ വലിയ യൂസ് ചെയ്തിട്ട് എന്റെ ഡ്രസ്സ് മുഴുവനും ഞാൻ അവർക്ക് കൊടുത്തു. സ്തോത്രം. ഡ്രസ്സ് മുഴുവനും, നല്ല ഡ്രസ്സ് മുഴുവനും അവർക്ക് കൊടുത്തു. ഒരു രണ്ട് ഇത്രയും പൊക്കത്തി രണ്ട് കസേരയിൽ. സ്തോത്രം. കീറുന്നവരെ നമ്മൾ ഉപയോഗിക്കും. ഡ്രസ്സിനോടൊക്കെ എന്തോ വൈരാഗ്യമുള്ളൂ. അത് പഴഞ്ചനായിട്ട് അത് കീറണം. എന്നാലും ഞാൻ കൊടുക്കും. സ്തോത്രം ചെയ്യുന്നു. അല്ലേ? എന്തോരം ഡ്രസ്സ് വേണം. നന്നായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സ് ധരിച്ച് മാന്യമായി തന്നെ നടക്കണം. വേണ്ടതൊന്നും ഞാൻ പറയുന്നു. ചിലരുണ്ട് പ്രാർത്ഥനയ്ക്ക് വരും, ഒന്നിനും കൊള്ളാത്ത ഡ്രസ്സ് ഇട്ടുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടുണ്ട്. പാസ് എനിക്കുള്ളത് ഊതാ. ഞാൻ അങ്ങനെ പേഴ്സണലായിട്ടൊന്നും പറഞ്ഞല്ല, കോമൺ ആയിട്ട് ഇത് യൂട്യൂബിൽ വരുന്ന അല്ലേ? അങ്ങനല്ലേ? പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റിൽ നിന്ന് എടുക്കും. കാരണം ഏറ്റവും പഴയത് ഏറ്റവും ലാസ്റ്റിലാണ് വെച്ചിരിക്കും. എന്നിട്ട് കല്യാണത്തിന് പോകുമ്പോൾ നല്ലതുണ്ടെങ്കിൽ അതിടും, നല്ലതില്ലെങ്കിൽ അച്ചാനെയും കൊണ്ട് ബഹളം ഉണ്ടാക്കി മേടിപ്പിക്കും. അല്ലേ? കിട്ടുന്നില്ലല്ലോ. ദൂത് ഇവിടെ തന്നെ നിങ്ങൾ മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട, ഫ്രീ ആയിട്ട് ഇരിക്കും. ദൈവസന്നിധി അല്ലേ ഇരിക്കുന്നു. നിങ്ങൾ വായിച്ച കേട്ടോ, 40 വർഷമാണ് അവർ ഡ്രസ്, അത് മുഷിഞ്ഞില്ല. എന്റെ ഭാഷയെ പറഞ്ഞാൽ അതിന്റെ ഒരു നൂല് വിടാൻ ദൈവം അനുവദിച്ചു. ചെരുപ്പ് 40 വർഷം ചെരുപ്പ് തേഞ്ഞില്ല. ഇവിടെ തേയണ്ട. അതിന് മുമ്പേ
ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ചാക്ക് ചെരുപ്പെടുത്തു. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചേ കണ്ടെടുത്തു മാറ്റാൻ പറഞ്ഞു. സ്വോത്രം. അല്ലേ? നമ്മളെല്ലാരും ഇഷ്ടം പോലെ, ശരിയല്ലേ? ഇതൊക്കെ ഉപയോഗിക്കുമ്പോ ഓർത്തോണം, ഇതൊന്നും ഇല്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടും. ദൈവം എനിക്കൊരു നന്മ തരുമ്പോ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പലർക്കും ചെയ്യാറുണ്ട്. പിന്നെ ഞാനത് പറയാറില്ല, എനിക്കിഷ്ടമല്ല, ഞാനത് പറയാറില്ല. എന്റെ വീട്ടിൽ പോലും പല കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. സ്തോത്രം. ഞാനും അത് വാങ്ങുന്നവരും ദൈവം അല്ലാതെ ആരും ചെയ്യണം. ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, പറയുക, നിനക്ക് ഒരു നന്മ ദൈവം തന്നാൽ ഇല്ലാത്തവർക്ക് വേണ്ടി നീ ചെയ്യണം. സ്തോത്രം. യേശു കർത്താവ് തന്നെ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ട് ഹല്ലേലൂയ വസ്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഇല്ലാത്തവന് കൊടുക്കണം, നിങ്ങൾ കൊടുക്കണം. ഇതൊക്കെ വചനം പറയുന്നതാ, അല്ലാതെ ഞാൻ 1500 രൂപയ്ക്ക് മേടിച്ച് ജന്മം ചെയ്താൽ കൊടുക്കത്തില്ല, അങ്ങനല്ല. വചനം എഴുതിയിരിക്കും. കടിച്ചാ പൊട്ടാത്ത അന്യഭാഷയും പറഞ്ഞ് തുള്ളി ചാടിയിട്ട് മാത്രം കാര്യമില്ല, ഇതുകൂടെ ചെയ്യണം. സ്വോത്രം. ഇനി ഒന്ന് ചാർജ് ചെയ്യാൻ ഏത് രൂപ പറഞ്ഞു ആകെപ്പാടെല്ലാരും തണുത്തു. ഒന്നാമത് മഴയെ തണുത്തു. ദൈവത്തെ സ്തുതിക്കും. സുവിശേഷം പ്രസംഗം മാത്രമല്ല, സുവിശേഷം പ്രവർത്തനം കൂടെയാണ്. അതാണ് യേശുവിന്റെ സുവിശേഷം. അർഹതപ്പെട്ടവർക്ക് ചെയ്യാൻ ഉള്ളതുപോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ നോക്കിയേ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരം കിട്ടി. അവർ കഴിച്ച ആഹാരത്തിന്റെ പേരാണ് മന്ന. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് ക്രൂരന്മാരുടെ ഭക്ഷണമാണ്, അത് സ്വർഗീയ ഭോജനമാണ് കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അതിനെ പിന്തുടർന്ന ജനത്തിനു വേണ്ടി സ്വർഗീയ ഭോജനം അനുഭവിച്ചു. കരം നീട്ടി പിടിക്കത്തക്കവണ്ണ കാടം പക്ഷിയെ അവരുടെ കരങ്ങൾ എത്തുന്നവിടത്തിൽ കൂടാരത്തിന്റെ മുകളിൽ കറത്തുനത്തി ചെങ്കടലിന്റെ നടുവിലൂടെ കടത്തിവിട്ടു. അവർക്ക് വേണ്ടി വഴി തുറന്നു, അവർക്ക് വേണ്ടി വാടി തുറന്നു. പാറയിലെ വെള്ളത്തെ മധുരമാക്കി കൊടുത്തു. ദാഹിച്ചപ്പോൾ പാറ പിളർന്ന് ജലത്തെ പുറപ്പെടുവിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവ സാന്നിധ്യത്തെ പിന്തുടർന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. യേശുവിനെ നീ പിന്തുടരുമ്പോൾ നിന്റെ വിഷയത്തിലേക്ക് അവന്റെ കരം ചൊരിയും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിനെ അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ തിരിച്ചു പറയുന്നു, നീ യേശുവിനെ പിൻവലിക്കുന്നത് വെറുതെയാവത്തില്ല, വെറുതെയാവത്തില്ല. നീ അവനെ വിശ്വസിക്കുന്നത് വെറുതെയാവത്തില്ല, നീ അവനെ ആരാധിക്കുന്നത് വെറുതെയാകത്തില്ല. ഇന്ന് പകൽ നീ ഇവിടെ വന്നത് വെറുതെ ആവില്ല. ഞാൻ ആത്മാവിനെ പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചാട്ട് യേശുവിനെ പിൻവലിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ പിന്തുടരുന്ന ദൈവജനത്തോടൊരു വീടുണ്ട്. ചില മറുപടികളത്തിൽ കാണാൻ പോകുന്നു, ചില ആൻസർ നിനക്ക് ലഭിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ കാണുന്നു ചില മറുപടികൾ ദൈവാത്മാവ് തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവര് പ്രാർത്ഥിച്ചേ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. എന്തോ പറയുന്നു
അതിന് നിങ്ങൾ ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ റിസീവ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മറുപടികൾ പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില മറുപടികൾ ദൈവാത്മാവ് നൽകി തരാൻ പോകുന്നു. ചില വിഷയത്തിന്റെ അകത്ത് മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവജനത്തോട് ഇന്നവകൾ ദൈവത്തിൽ നിന്ന് ദൂരുണ്ട്. യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ആത്മാവിലൊന്ന് പ്രാപിക്കാമോ? രോഗസൗഖ്യമെങ്കിൽ അങ്ങനെ, പൈശാചിക ബന്ധനം അഴിയുന്നതെങ്കിൽ അങ്ങനെ, ഒരു നന്മയ്ക്കാണെങ്കിൽ അങ്ങനെ, എഡ്യൂക്കേഷൻ മേഖലകളിലാണെങ്കിൽ അങ്ങനെ, ഫ്യൂച്ചറിന്റെ മേഖലകളിലാണ് അങ്ങനെ, ഏതു മേഖലയും ആയിക്കൊള്ളട്ടെ, ആത്മാവിനോട് പറയുന്നു, ഒരു മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സക്കരിയാവിനോട് പറഞ്ഞതുപോലെ ആരോടെങ്കിലും ഒരു ദൂത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പല കേട്ടിരിക്കുന്നത് പോലല്ല ഈ നാടുകളുടെ ദൂതിനെ കേട്ടത്. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ ശക്തി ജനത്തിന്റെ പേരവശികളെ, വചനത്തിന്റെ ശക്തി ജനത്തിന്റെ വിഷയങ്ങളെ നീക്കട്ടെ. ഹല്ലേലൂയ. അതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? ലിൻസി. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ചില മറുപടികൾ നൽകി തരും. ചില വിഷയങ്ങളുടെ നടുവിൽ ചില മറുപടിക്ക് നീ ആഗ്രഹിക്കും. ആ മറുപടി തരാൻ കർത്താവിന് കഴിവുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മറുപടികളെ ഞാൻ നിനക്ക് തരും. ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവശബ്ദം കൈമാറും. ഏത് വിഷയമായിക്കോട്ടെ, ഭവനം സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, എന്തുമായിക്കോട്ടെ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മറുപടികൾ ദൈവത്തിന്റെ ആത്മാവ് നൽകി തരും. റെസ്പോൺസ് ഇല്ലാത്ത ചില മേഖലകളിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നു. അവിടെ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ചില റെസ്പോൺസ് നിനക്ക് വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വായിച്ച കേട്ടോ? ഉടനെ പിന്തുടർന്നു അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവരെവിടെ വന്നു? യേശുവിന്റെ അടുക്കൽ വന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. എന്റെ പ്രാർത്ഥനാമുറി ദൈവം പറഞ്ഞൊരു കാര്യം, ചില വിഷയങ്ങൾ
നമ്മളെ പലതിൽ നിന്നും നമ്മളെ ചില വിഷയങ്ങൾ നമ്മളെ ചിലപ്പോൾ ബന്ധങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മളെ അകറ്റും. ചിലരെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല, അല്ലേ? ചിലരെ സംബന്ധിച്ച് കൊച്ചുനാള് മുതലേ ഉള്ള സുഹൃത്തുക്കളും ഉണ്ടാവും. ചിലപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, മാറി വരാം. സ്തോത്രം. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി. ഹല്ലേലൂയ. ഞാൻ പെന്തക്കോസ്തുകാരെ മാത്രം ഫ്രണ്ട്സ് ആക്കുന്ന ആളല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. എനിക്ക് എല്ലാ മേഖലയിലും ഫ്രണ്ട്സ്. സ്തോത്രം. പിന്നെ ഞാൻ അവരിടയ്ക്ക് ചെല്ലുമ്പോൾ അവര് പറയാം, യേശുവിന്റെ മകൻ വന്നു, യേശുവിന്റെ മകൻ വന്നു. അറിയോ? വേറെ പ്രശ്നം. ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാനുണ്ടെങ്കിൽ അരുതാത്തൊരു വാക്കമാര് പറയും. ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേരുമ്പോൾ അവരുടേതാകുന്ന ഒരു സംസാര ശൈലി ഉണ്ടല്ലോ. എടാ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ പോലും ഫ്രണ്ട്സ് ഒക്കെ ചേരുമ്പോൾ വരും. ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ പലതും പറയാറ്. ഞാനൊരിക്കൽ എന്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തപ്പോൾ ഞാനാണ് അല്പം വൈകിച്ചത്. ഞാൻ വൈകിച്ചത് നടന്നു പോകും, ഇമാരൊക്കെ എന്തോ സംസാരിക്കുക. സ്വോത്രം. ജടികമായ സംസാരം. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേന് അവര് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അവനൊരു ദയാൻ വരുന്നുണ്ട്, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും. എന്താ കാര്യം? നമ്മൾ എങ്ങനെ നിൽക്കുന്നതെന്ന് അവർക്കറിയാം. ഞാൻ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു. അത് പിരിയുന്നത് വരെ ആവശ്യമില്ലാത്ത ഒരു സംസാരം എന്റെ കേക്ക് സംസാരിച്ചു. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നഷ്ടപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു വന്നത്, ബന്ധങ്ങൾ മാറി വരാം, ഫ്രണ്ട്സുകൾ മാറി വരാം. ഇന്നലെ നിങ്ങൾ പോയ പാസ്റ്റർമാരടുത്തായിരിക്കത്തില്ല ഇന്ന് വന്നു, അല്ലേ? ഇന്നലെ പ്രാർത്ഥിച്ചവരുടെ കൂടെ ആയിരിക്കത്തില്ല ഇന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയ സഹോദരൻ, അദ്ദേഹം വേറൊരു ദൈവദാസന്റെ കൂടെ സ്വതന്ത്രം വിവാഹത്തിനൊക്കെ മുമ്പ് വേറെ ദൈവദാസന്റെ കൂടെ. പിന്നെ ഞാൻ അവിടെ മീറ്റിങ്ങിന് എന്നും ശുശ്രൂഷിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചൊരു മീറ്റിങ്ങിന് പോയതിനു ശേഷം പുള്ളി എന്നെ വിട്ടു പോയിട്ട്, പറഞ്ഞു വിട്ടാലും പുള്ളി പോകുന്നത്. ആ നിലയിലേക്ക് ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് തരുന്ന ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയ സനൂപ് ഇവിടെ ഇല്ല, അത് പോയിരിക്കുക. നമ്മുടെ സാൻസിസിന്റെ അവനോട് ഞാൻ ഇന്നാലും പറഞ്ഞു, നീ എത്ര നാള് ഇങ്ങനെ എന്റെ കൂടെ നിൽക്കും? സ്വതന്ത്രം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞു, തമാശക്ക് പറഞ്ഞു, നിന്നെ ഞാൻ ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞു. അണ്ണാ എനിക്ക് എന്ന മറുപടി, പാസ് എവിടെ പോയാലും ഞാൻ പറയുക, എവിടെ പോയാലും. സ്വതന്ത്രം. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത, ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഈ കുഞ്ഞുങ്ങളെ ഇതെല്ലാം ചെയ്തത്. പ്രിയ ജോജി സഹോദരൻ, പ്രിയ സനൂപ്, പ്രിയ ക്രിസ്റ്റി, അവരെല്ലാമാണ് ഇത് ചെയ്തത്. സ്തോത്രം. ഞാൻ ചുമ്മാ നിന്ന് കൊടുത്തു, ബാക്കി എല്ലാ അതുങ്ങളാ ചെയ്ത്. സ്തോത്രം. രാത്രിയൊന്നില്ല, പകലൊന്നില്ല. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ കിടന്നത് 2:30 രാത്രിയില് 2:30. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധാത്മാവ് തരുന്ന ബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ വർഷങ്ങളായിട്ട് ഈ മീറ്റിംഗിൽ വരുന്നവരുണ്ട്. സാലി സിസ്റ്റർ, അമ്മാമ്മ, ഇവരൊക്കെ വർഷങ്ങളായിട്ട് വരുന്നവരാ. സ്തോത്രം. പരിശുദ്ധാത്മാവ് തരുന്ന ബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം നിങ്ങൾ തിരിച്ചറിയണം. എന്തെങ്കിലും മാറ്റം വരാം. ചില സാഹചര്യങ്ങൾ
പലതിൽ നിന്നും നമ്മളെ അകറ്റി. പക്ഷെ അതോർത്ത് വിഷമിക്കും, അതോർത്ത് സങ്കടപ്പെടരുത്. സ്തോത്രം. ചിലത് അകലുമ്പോൾ നീ ക്രിസ്തുവുമായിട്ട് അടുക്കും. ഇത് പറയാൻ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ട്, ചിലതിൽ നിന്ന് ദൈവം നിന്നെ അകറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ സ്നേഹിച്ചവർ ഇന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ വല്ല കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അല്ല, ചിലതിനെ ദൈവമായിട്ട് അകറ്റുന്നത്. ദൈവവുമായിട്ട് അകറ്റുന്നതിനോട് നീ അടുക്കാൻ പോകരുത്. പോയാൽ അവസാനം നീ കരഞ്ഞോണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇത് വെറുതെ കേൾക്കരുത്. ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇവര് പലരുമായിട്ട് അടുത്തതായി കുരുടന്മാർ. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി അവർ കണ്ടത് ഇവരോടല്ല, അവർ കണ്ടത് യേശു എന്ന് പറയുന്നതാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി? ഇന്ന് പകൽ എന്നോട് ആത്മാവ് ഇടപെടുന്നു. യേശുവുമായിട്ട് നിനക്കൊരു അടുപ്പമില്ലെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനം എടുത്തിട്ട് നീ മടങ്ങി പോകാമോ? ആരുമായിട്ടും ഒരടുപ്പമില്ലെങ്കിലും എന്റെ യേശുവുമായിട്ട് ഇന്ന് മുതൽ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഉണ്ടാക്കും. എന്റെ യേശുവുമായിട്ടൊരു ബന്ധം ഞാൻ സ്ഥാപിക്കും. കാരണം അല്ല, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ദൂതാണ്. കാറുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും FD ഉണ്ടെങ്കിലും, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും, എന്തെല്ലാം നല്ല ജോലി ഉണ്ടെങ്കിലും, അറിയപ്പെടുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും, യേശുവില്ലെങ്കിൽ ജീവിതം ശൂന്യം. യേശു ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ജീവിതം ശൂന്യമാണ്. ഏത് മനുഷ്യനെയും എടുത്ത് പഠിച്ചു നോക്കി, എവിടെയെങ്കിലും ഫില്ലാകാനുള്ള കാര്യം കാണും. എവിടെയെങ്കിലും empty ആയിട്ടുള്ള കാര്യം കാണും. empty ആയിട്ടുള്ളത് എവിടെ എന്തോ ഒരു പൂർണ്ണത ഇല്ല എന്നുള്ള തോന്നൽ. അത് ഈ പൈസ ഉള്ള ആളാണെങ്കിലും കൊള്ളാം, നല്ല ജോലിയുള്ള ആളിനും കൊള്ളാം, വിദ്യാഭ്യാസമുള്ള ആൾ ആരായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എവിടെയൊക്കെയോ കംപ്ലീറ്റ് ആകാൻ തോന്നും. അതിന്റെ കാര്യം എന്നറിയോ? യേശു അവിടെ വരാം. യേശു വന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണമേ, യേശുവിന്റെ അടുക്കൽ കുരുടന്മാർ എന്ത് ചെയ്തു? വന്നു. അപ്പോൾ ചില വിഷയങ്ങൾ നമ്മളെ യേശുമായിട്ട് എന്ത് ചെയ്യും? അടുപ്പിക്കും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില ബന്ധങ്ങൾ അകലുന്നത്, ഇതൊക്കെ വരുന്ന ഉടനെ ഭാരപ്പെടരുത്. ആത്മാവ് പറയുന്നു അത് മാറിയെങ്കിൽ യേശുവുമായിട്ട് അടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഹാഗാറിന്റെ കൈ വിടുക. ഹാഗാറിന്റെ കൈ നീ വിടുക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അതിന്റെ അർത്ഥം, നീ വിടുമ്പോൾ എനിക്ക് അവളെ പിടിക്കാൻ പറ്റും. നീ കൈവിടുമ്പോൾ ഞാൻ അവളെ ഒരാമൻ പറഞ്ഞു. നീ കൈവിടുമ്പോൾ ഞാൻ അവളെ എന്ത് ചെയ്യും? അതാണ് ബേർശേബ മരുഭൂമി നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. നിലവിളിച്ച് കരഞ്ഞ ഹാഗാറിന്റെ കരം, ഹല്ലേലൂയ. മരണവെപ്രാളം അനുഭവിക്കുന്ന ഇസ്മായേലിന്റെ കരം, സർവശക്തനാകുന്ന ദൈവം പിടിച്ചതിന്റെ തെളിവാണ്. മരുഭൂമിക്കകത്ത് ഒരു ഉറവ പൊട്ടി ഒഴുകി പുറത്തു വന്നു. യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യം, എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വാസമുള്ളവരൊരാമൻ.
എന്റെ വിഷയത്തിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പാസ്റ്ററെ, ഞാൻ വെറുതെ വന്നതല്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എന്റെ വിഷയത്തിൽ യേശു പ്രവർത്തിക്കുമെന്ന് പാസ്റ്റർ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു? ഷിബിനെ വിശ്വസിക്കുന്നു? എബിസൺ മോൻ വിശ്വസിക്കുന്നു? ഞാൻ അവിടെ ഒരു ദൂത് പറഞ്ഞു, ആ ദൂത് നിവർത്തിയ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുക. ശ്രദ്ധിച്ചു കേട്ടെ, കർത്താവിന്റെ ചോദ്യമാണ്, നിങ്ങളുടെ ആവശ്യം എന്നെ കൊണ്ട് നിവർത്തിച്ച് തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട്, അതിൻ്റെ അകത്ത് ധൈര്യത്തോടെ ആർക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ അവരുടെ ജീവിതത്തിൽ ചില ഡെലിവറൻസ് കൊടുക്കും, അവരുടെ ജീവിതത്തിൽ ചില വിടുതൽ നടക്കും. ഞാനത് ആത്മാവിൽ പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ വിടുതൽ നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുക, നന്ദിയോടെ സ്തോത്രം ചെയ്യുക, നന്ദിയോടെ സ്തോത്രം ചെയ്യുക, നന്ദിയോടെ. എന്നോട് പേഴ്സണലി ദൈവാത്മാവ് ചിലരോട് ദൂത് പറയാൻ ഇടപെടുന്നുണ്ട്, പക്ഷെ സമയം മുൻപോട്ട് പോകുന്നല്ലോ. ശ്രദ്ധിച്ചു കേട്ടേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ ക്വസ്റ്റ്യൻ, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിന് ഇവരെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് കർത്താവിന് അറിയോ? സ്തോത്രം. ഞാനിപ്പോ ഒരു വേദി പോയാൽ, ഞാൻ ഏത് വേദി പോയാൽ എനിക്ക് പ്രസംഗിക്കാൻ സമയം പലപ്പോഴും ഞാൻ അങ്ങൊഴിഞ്ഞു മാറും. പക്ഷെ എനിക്ക് പലപ്പോഴും പ്രസംഗിക്കാൻ ടൈം. എന്തിനാ ടൈം തരുന്നത്? എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് സമയം തരുന്നത്. പ്രസംഗിക്കാൻ അറിയാത്തൊരാൾക്ക് സമയം, ഇവക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞാൻ മോളെ വന്ന് പ്രസംഗിക്കുക എന്ന് പറയും, കാരണം ആ ഒരു സ്ഥലങ്ങളിലേക്ക് ഈ കുഞ്ഞു വന്നിട്ടില്ല, അതെനിക്കറിയാം. അപ്പൊ എന്റെ ചോദ്യം, യേശു സൗഖ്യമാക്കുന്ന ആളാണ്. യേശുവിന്റെ പക്കൽ സൗഖ്യമുണ്ട്, ആ സൗഖ്യം വെളിപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. പക്ഷെ കർത്താവിന്റെ ക്വസ്റ്റ്യൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങളെ വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് നിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് ദൈവം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ട പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിലത് നടക്കുമെന്ന് കുരുടന്മാർ വിശ്വസിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തെങ്കിൽ, വാക്ക് കിട്ടിയോ? ഞാൻ പറഞ്ഞ വാക്ക് കിട്ടിയോ? ഇന്ന് ചിലത് നടക്കുമെന്ന് കുരുടന്മാര് വിശ്വസിച്ചപ്പോ അടുത്ത ഡേറ്റിലേക്ക് അത് മാറ്റിയില്ല, അപ്പോൾ തന്നെ ഇന്ന് പകലിൽ ആത്മാവ് സംസാരിക്കുന്നു, കർത്താവ് ചിലത് ഇന്ന് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ഇന്ന് ഈ പ്രാർത്ഥന ഹോളിയിരുന്ന്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് ചിലത് നടക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാത്ത നിലയിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചിലവ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ആത്മാവിന്റെ കൈമാറുന്നത് യേശുവിന്റെ നാമത്തിൽ ചില വിഷയങ്ങളുടെ നടുവിൽ
ഇന്ന് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ വിശ്വസിക്കുന്നില്ല, കേൾക്കുന്ന നീ വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ, വിശ്വാസത്തോടെ അക്സെപ്റ്റ് ചെയ്താൽ, ഇന്നലെ ദൈവ ചെലവ് ചെയ്യണമെന്ന് പരിശുദ്ധന്റെ ദൂതൻ ഇന്ന് ചില വ്യക്തികളിലെ നടക്കട്ടെ, ചില തലമുറകളിലെ നടക്കട്ടെ, ചില വീടിന്റെ അകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ചില രോഗബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ചില നന്മകളെ അടച്ചത്, ചില വിധവയിലെ കഴിയുന്നത്, ചില പോരാട്ടങ്ങൾ എല്ലാം ഇന്ന് കടകൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അന്വേ ആത്മാവിനെ പ്രാപിച്ച് സമയം അല്പസമയം ആത്മാവിനെ പ്രാപിച്ചത് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നത്, ദൈവത്തിന്റെ വ്യാപരിക്കുന്നത്, വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്, വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്, വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. എല്ലാവരും അല്പസമയം നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവ് നിരോധിക്കുന്നവരെ പ്രാർത്ഥിച്ച് ഈ തൊണ്ട് കൂടുതലായി വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. സൂര്യനുള്ളവരെ പ്രാർത്ഥിച്ച് ഈ കൂടുതലായി വെളിപ്പെടുന്നു. ഇന്ന് വിശ്വസിക്കാൻ ആര് മനസ്സ് കാണിക്കുന്നു അവർക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിച്ച് ഇന്ന് പകല വിടുതൽ നടക്കട്ടെ, ഇന്ന് പകല വിടുതൽ നടക്കട്ടെ, ഇന്ന് പകല ദൈവപ്രവർത്തി നടക്കട്ടെ. ഇതമാണ് ഹതല നിന്റെ വിഷയങ്ങളുടെ മറുപടിക്ക് ഏത് വിഷയമാകട്ടെ, അത് ശരീരത്തോടുള്ള ബന്ധത്തിലാകട്ടെ, അത് സാമ്പത്തികത്തോടുള്ള ബന്ധത്തിലാകട്ടെ, അത് ആത്മീയതയോടുള്ള ബന്ധത്തിലാകട്ടെ, അത് തലമുറകളോടുള്ള ബന്ധത്തിലാകട്ടെ, ഏത് വിഷയമാകട്ടെ, അത് കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലാകട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ വചനം ആത്മാവിന്റെ അക്കലുണ്ടാകുന്നതിനെ കാണുന്നത്. ആത്മാവിൽ പ്രാപിക്കട്ടെ, ആത്മാവിൽ പ്രാപിക്കട്ടെ, ആത്മാവിൽ പ്രാപിക്കട്ടെ, ആത്മാവിൽ പ്രാപിക്കട്ടെ, ആത്മാവിൽ പ്രാപിക്കട്ടെ. പരിശോധാത്മാവ് ചിലരുടെ അകത്ത് അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. കുഞ്ഞേ, നീ മാനസികമായി അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഇപ്പൊ പകൽക്കാലം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ചില പ്രവർത്തി അയക്കുന്നു. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരിക്കലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ചിലത് കാണും. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അത് കാണും. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ആ വിടുതൽ കാണും. എത്ര പേരത് വിശ്വസിക്കുന്നു? യേശുക്രിസ്തു ചോദിച്ചത് കർത്താവിന്റെ അധികാരത്തിൽ ഡൗട്ട് ഉണ്ടായിട്ടല്ല, മറിച്ച് കർത്താവിന്റെ അധികാരത്തെ അവർ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയണമായിരുന്നു. ലാസറിന്റെ കല്ലറയിൽ 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയപ്പോ കർത്താവായ ക്രിസ്തു അവരുടെ കോമ്പൗണ്ടിലെത്തി നിൽക്കുക.
യേശുവിനെ കണ്ട മാർത്ത ഓടിച്ചെന്നിട്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഇത് ഭവിക്കത്തില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ, വൈഷമ്യമേറി ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. ഞാൻ പുനരുത്ഥാനം, ഞാൻ ജീവനുമാണ്. സ്തോത്രം. നീ വിശ്വസിക്കുക. താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അവിടെ കാണുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ ആത്മാവനോട് അതാ പറയുന്നത്. നീ ആരിന്ന് പകൽ വിശ്വസിക്കുന്നു? പ്രസംഗിക്കുന്ന ബിജോയ് പാസ്റ്റർ നിങ്ങൾ നോക്കണ്ട, പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾ നോക്കണ്ട. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ മഹത്വം കണ്ടിട്ട് മടങ്ങിട്ടുള്ളൂ. നീ മഹത്വം കണ്ടിട്ട് മടങ്ങിട്ടുണ്ട്. ഈ പ്രാർത്ഥനയുടെ മഹത്വമല്ല, വിജയ് മഹത്വമല്ല, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മഹത്വം കണ്ടിട്ട് നീ മടങ്ങി പോകത്തുള്ളൂ. വചനം പറയുന്നു, യേശു അവരെ ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവിന്റെ ഹീലിംഗ് പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവായ ക്രിസ്തു തൊട്ടു, സൗഖ്യമായി. എന്നാൽ അതേപോലെ തന്നെ യേശുവിനെ തൊട്ടവർ സൗഖ്യം, അല്ലേ? യേശു തൊട്ടവരും സൗഖ്യം, യേശുവിനെ തൊട്ടവരും സൗഖ്യം. ഹല്ലേലൂയ. ഞാൻ ഈ മോഡ് അവിടെ വേറെ തരാം. അപ്പൊ ഈ കുഞ്ഞ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായതുകൊണ്ട് ഇവിടെ വന്നത്, ഇത് 3-ാമത്തെ ആഴ്ച. ഫസ്റ്റ് വീക്കിൽ തന്നെ അത് വന്നപ്പോ നമ്മളൊക്കെ എവിടെ എവിടെയായിരുന്നു കൂടിക്കൊണ്ട് സമുദായ ചർച്ചിലാണ് അവർ കൂടുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്ക് പുറകിൽ ആ പൈതൽ വന്നപ്പോൾ ദൈവവചനം കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്നോട് ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് രക്ഷിക്കപ്പെടാൻ ആഗ്രഹം, എനിക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹം. എനിക്കറിയത്തില്ല, ഈ കാലഘട്ടങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളെ ദൈവാത്മാവ്, എനിക്കത് ഓർക്കുമ്പോൾ സന്തോഷം. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ മീറ്റിങ്ങിന് വന്ന് ഇപ്പോൾ 10ൽ പഠിക്കുന്ന കുഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കഴിഞ്ഞിടയ്ക്ക് മറ്റൊരാള്, ഞാൻ ഓർക്കുന്നില്ല, മറ്റൊരാളും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ആ തലമുറ ദൈവവചനം കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഉണർത്തിച്ചു. അവളുടെ ഹൃദയത്തെ വചനം ഉണർത്തി. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന വചനം ഇപ്പോൾ അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഓർക്കണം. ഈ തോണ്ടുന്ന സാധനമൊക്കെ കുറച്ചേരം ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പ്രസംഗിച്ച വചനം എന്ത് ചെയ്യണം? അയ്യോ പാസ്, അത് മാത്രം പറയരുത്, മൗനം സംഭവം എന്നൊക്കെ. വചനം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പശുവിനെയൊക്കെ കണ്ടിട്ടില്ല? വയറ് നിറഞ്ഞു, ആവശ്യത്തിന് കഴിച്ചു, കണ്ട് കൂട്ടിക്കൊണ്ട് കെട്ടുന്നുണ്ട്, എന്ത് ചെയ്യും? വീണ്ടും അത് വായിൽ കൊണ്ടുവന്ന് അയവ്. അപ്പൊ ഈ കേൾക്കുന്ന വചനം പ്രാപിച്ചുകൊണ്ട് വേണം പോകാൻ. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഇത് ഗ്രഹിക്കണം, വീണ്ടും ഇത് ചിന്തിക്കണം.
ഇതെന്തുവാ പാസ് പറഞ്ഞു? ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തന്നെ പറഞ്ഞ. ഹല്ലേലൂയ. പാസ് എന്തുവാ പറഞ്ഞു? നമുക്കതൊന്നും ചിന്തിക്കാൻ നേരമില്ല. നമുക്ക് നാളത്തെ ലോണുകാർ എപ്പോഴാ വരും? ഇത് ഓർത്തോണ്ടിരിക്കുമ്പോഴാ വചനം അല്ലേ, എങ്ങോട്ട് മുങ്ങാം, ഇതൊക്കെ നമ്മുടെ ചിന്ത. ഓർത്ത ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പോ എങ്ങനെ പാസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വചനവും പ്രസംഗിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ സ്വോത്രം. നാളെ ലോണുകാര് കിഴക്കൂന്ന് വന്ന പടിഞ്ഞാറോട്ടോടെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. വചനം ധ്യാനിക്കണം. ഇന്ന് കേട്ട വചനം എന്ത് ചെയ്യണം? വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അത് കേൾക്കണം. അതിങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. വീട്ടിൽ ചെന്നിട്ട് മൈൻഡിൽ കൊണ്ടുവന്ന് അത് വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിക്കണം. നിങ്ങളോട് നിശ്ചയമായിട്ട് ദൈവം സംസാരിക്കും. ഒരല്പസമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. റിക്വസ്റ്റ് ആയിട്ട് കണ്ട അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യും. അത് നിന്റെ മനസ്സിനെ സമാധാനം നൽകും. നിന്റെ മനസ്സിനെ സമാധാനം തരും. നിന്റെ മനസ്സിന് അതൊരു ശാന്തത തരും. നിന്റെ ഹല്ലേലൂയ സങ്കടത്തിനൊരു മറുപടി തരുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞു, വിശ്വസിച്ച നീ മഹത്വം കാണും. അവരോട് ചോദിക്കുന്നു, എനിക്ക് സൗഖ്യമാക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഓക്കെ, യേശു അവരെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിനെ തൊട്ടവർ, കർത്താവ് തൊട്ടവർ സൗഖ്യമായിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? അല്ലേ? കർത്താവ് തൊട്ടവർ, കർത്താവിനെ തൊട്ടവർ സൗഖ്യമായി. 12 വർഷം രക്തസ്രവം ബാധിക്കപ്പെട്ട സ്ത്രീ, ആരാലും സൗഖ്യമാക്കാൻ കഴിയാത്ത സ്ത്രീ, യേശുവിന്റെ സ്വരം കേട്ട് ആലയത്തിന്റെ പുറത്താക്കപ്പെട്ട സ്ത്രീ, ആലയത്തിന്റെ അകത്താരും കാണാതെ കയറി വന്ന് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവളുടെ വിശ്വാസപ്രകാരം വസ്ത്രത്തിന്റെ തൊട്ടലിൽ തൊട്ടപ്പോൾ അവനിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് അവളെ ബാധിച്ചിരുന്ന രോഗത്തിന്റെ ബാധ സ്ട്രോങ്ങായി. യേശുവിന്റെ ചോദ്യം, എന്നെ തൊട്ടതാണ് ശിഷ്യന്മാരുടെ മറുപടി. ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തി? തിക്കും തിരക്കിന്റെ മാരാമൺ കൺവെൻഷന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്നെ ആരാ ഇടിച്ചെന്ന് ചോദിച്ചു. എന്നെ ചോദ്യം ഇരിപ്പ് കണ്ടാ പോകാത്ത പോലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത്. കാരണം എല്ലാരും പോകുന്നില്ല. മാരാമൺ കൺവെൻഷന് പോയിട്ട് പറയും, എന്നെ ആരും മുട്ടരുത്. നടക്കുവോ? നടക്കുവോ? ആരും മുട്ടാതിരിക്കണമെങ്കിൽ കൺവെൻഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോയി. ആരും മുട്ടത്തില്ല, അല്ലേ? ആരും മുട്ടത്തില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ചോദ്യം, എന്നെ ആരോ തൊട്ടു. ശിഷ്യന്മാരിങ്ങനെ കണ്ടേ, ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് കർത്താവേ നിന്നെ തൊട്ടു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? യേശുവിന്റെ മറുപടി, ഇത് വെറുതെ തൊട്ടതല്ല, ഇത് വിശ്വാസത്തോടെ തൊട്ടത്. കാരണം എങ്കിൽ നിന്നത് ഞാൻ അറിയുന്നു. നിങ്ങൾ പോലും ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നിന്റെ മേൽ അകറ്റുന്ന ചില സൗഖ്യം. ഞാൻ അതുകൊണ്ട് ആദ്യമേ പ്രവചിച്ചു പറഞ്ഞത്, നിങ്ങൾ ചില രോഗസൗഖ്യം ഇതിന്റെ അകത്ത് നടക്കുമെന്ന് കാണുമ്പോൾ ശരീരത്തെ അകറ്റുന്ന ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരു ഹീലിംഗ് പവർ പുറപ്പെട്ട് ഈ ലോകത്ത് അറിഞ്ഞു പോകണം. ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ആരാധിച്ച് ഇങ്ങനെ കാണിച്ച് നിങ്ങൾ ദൈവശക്തി പുറപ്പെടുക. ഒരു ഹീലിംഗ് പവർ, ഒരു ഹീലിംഗ് പവർ, ഒരു ഹീലിംഗ് പവർ in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തിന്റെ ശക്തി ശരീരത്തിന്റെ അകത്തും ശരീരത്തിന്റെ പുറത്തും അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല ചില ശാരീരിക പ്രതിസന്ധികൾ, ചില ശാരീരിക രോഗാലുകൾ ഇന്നപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരങ്ങളിൽ പഴിഞ്ഞ് ഞാൻ ആത്മാവിൽ ഉണരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ സൗഖ്യം വിളി, അല്ലെ? ദൈവത്തിന്റെ വചനം വായിക്കുന്നു. അവരുടെ യേശു ക്രിസ്തു
അവരോട് കൽപ്പിക്കുക, അവരോട് പറയുക. അവസാന ഭാഗ്യം ഒന്ന് വായിച്ച സിസ്റ്റർ, നമുക്ക് വേഗത്തിൽ നിർത്താം. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ. കണ്ടോ, ഇതാണ് അടിസ്ഥാന ഘടകം. ഒരു സൗഖ്യത്തിന്റെ, വിടുതലിൽ ദൈവപ്രവൃത്തിയുടെ ഒരടിസ്ഥാന ഘടകമാണ് നമ്മൾ വായിച്ചത്. അടിസ്ഥാന ഘടകമാണ്. ചില കാണത്തില്ലേ, നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും, പക്ഷെ എന്ത് കിട്ടും? വിടുതല്. ഞാന് തൃശ്ശൂര് ഒരു ദുരാത്മാവ്, ഒരു പൈശാചിക വിഷയം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോയിട്ട് 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് അത് വിടുതൽ. 3 ദിവസം പ്രാർത്ഥിച്ചു. ഇവന് വയലന്റ് ആയി കഴിഞ്ഞാൽ ഇവൻ എല്ലാരെയും അടി, അപ്പനെന്നില്ല, അമ്മയെന്നില്ല, എല്ലാരും ഉപദ്രവിക്കും. അങ്ങനത്തെ ഒരു വിഷയം. അവിടെ ചെന്നു ഇരുത്തി പ്രാർത്ഥിച്ചു. ഇവനെ പരിശുദ്ധാത്മാവ് പിടിച്ചാൻ കേട്ടു. എന്നാൽ ഇവനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറി 3 ദിവസം പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ ദൈവാത്മാവിനോട് ചോദിച്ചു, കർത്താവേ, എന്താണ് ഇവന് പൂർണ്ണ സൗഖ്യം കിട്ടാത്തെന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇവന്റെ അമ്മ ശരിയല്ല, ഇവന്റെ അമ്മ ശരിയല്ല. എന്നോട് പറഞ്ഞു, പാപം ചെയ്തിട്ടാണ് അവള് വന്നിരുന്നു സ്വോത്രം പറയുന്നത്, തെറ്റ് ചെയ്തിട്ട് അവള് വന്നിരുന്നു സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ മമ്മ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, നിങ്ങളോടൊരു ദൂത്. എന്നാ വാസി ഇങ്ങനെ പിടിക്കാനില്ല, പെട്ടെന്ന് പറ വാസി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പാപിയായ സ്ത്രീ. കയ്യടി സ്വോത്രം ഏത് പഞ്ചായത്തൂടെ പോയെന്ന്, നിങ്ങൾ പാപിയായ സ്ത്രീയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റു വന്നിട്ടുണ്ട്, തിരുത്തണം. നിങ്ങൾ തിരുത്തിയാൽ നിങ്ങളുടെ തലമുറ വിടുവിക്കും. നിങ്ങൾ തിരുത്തിയാൽ നിങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടും. ആദ്യം ഒന്നും സമ്മതിച്ചില്ല, എതിർപ്പ്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ ഉൾക്കൊള്ളണ്ട. പക്ഷെ ദൈവാത്മാവനോട് പറഞ്ഞു, മറ്റൊരു തെളിവൂടെ ഞാൻ തരാം. ഹല്ലേലൂയ. ഇത് ഈ പറഞ്ഞ വെളിപ്പാട് സത്യമാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒരു ഓപ്പറേഷന് നിങ്ങൾ വിധേയപ്പെടും. ഹല്ലേലൂയ. അത് ഏത് ഫലങ്ങളിലാ ദൈവം വെളിപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഓപ്പറേഷന് നിങ്ങൾ വിധേയപ്പെടും. ആ ഓപ്പറേഷനിലൂടെ നിങ്ങൾ മരിക്കുമെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ആ ഓപ്പറേഷനിലൂടെ നിങ്ങൾ മരിക്കും. ഇതാണ് നിങ്ങൾ ചെയ്ത പാപത്തിന് വരാൻ പോകുന്ന ശിക്ഷ. അതുകൂടെ പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ കണ്ണ് നിറയാൻ തുടങ്ങി. കണ്ണ് നിറയാൻ കാര്യം, പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ പാപം ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല, എതിർത്തു. എന്നാൽ ആ പാപം മൂലം വരാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞപ്പോ കരയാൻ കാര്യം, ആ പറഞ്ഞ വെളിപ്പാട് അനുസരിച്ച് ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ ആയതുകൊണ്ട് ഭർത്താവിനോടും മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ ആയതുകൊണ്ട് രഹസ്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തിയത്. ഇത് കേട്ടപ്പോ മനസ്സിലായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വെളിപ്പെട്ട വിഷയം സത്യമാണെന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അവസാനം എന്നോട് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് എന്നെ റിക്വസ്റ്റ് ചെയ്തു, പാസ്റ്റർ പ്ലീസ് അവളോടൊന്ന് തുറന്ന് സംസാരിക്കും. അദ്ദേഹം തുറന്ന് സംസാരിക്കാത്ത ആളാണ്. എന്നാൽ അങ്ങനെ സംസാരിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതി പാസ്റ്റർ കേൾക്കാതിരിക്കരുത്. ഞാൻ റൂമിൽ ചെന്ന് ഇരുന്നു, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്ന് നീ ആ പാപം വിട്ട നിന്റെ കുടുംബം വിടുവിക്കണം. അദ്ദേഹം തിരിച്ച് ഹല്ലേലൂയ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞപ്പോൾ സ്വർഗം അഴിച്ചു മാറ്റി. നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വീട്ടിലൊരു ചർച്ച, ഇന്ന് ആ വീട്ടിലൊരു ആരാധന നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവ് ബോധ്യപ്പെടുത്തുന്ന കാര്യമായി ഞാൻ പറഞ്ഞു വന്നു. ഇന്ന് ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ തൊടുകട്ടെ. യേശു പറഞ്ഞ അടിസ്ഥാനമില്ല. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു
അതേപോലെ നിങ്ങൾക്ക് സംഭവിക്കും എന്നാ പറഞ്ഞേ. അപ്പോ വന്നിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും വിശ്വാസം ഒരുപോലാണോ? എന്റെ വിശ്വാസമല്ല പ്രിയ സഹോദരന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ വിശ്വാസമല്ല മോളുടെ വിശ്വാസം, അല്ലേ? പലർക്കും പല വിധത്തിലാണ് വിശ്വാസം. ആഴമായി വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാതെ വിശ്വസിക്കുന്നവരുണ്ട്, അല്ലേ? വിശ്വാസം പല വിധത്തിലാണ്. പക്ഷെ ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരുടെ മേൽ നീ എപ്രകാരം വിശ്വസിക്കുന്നു അതനുസരിച്ച് നിനക്ക് വിടുതൽ. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം, വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം. അടുത്ത വാക്യം എന്താ അവിടെ എഴുതിയത്? ഉടനെ അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു? തുറന്നു. അടുത്ത വാക്യം യേശു പിന്നെ നോക്കുകയും ആരും അറിയരുത്. അപ്പൊ യേശു ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു തൊട്ടപ്പോ അവരുടെ കണ്ണു തുറന്നു. ക്രിസ്തു കണ്ണു തുറന്നപ്പോ കാഴ്ചയ്ക്ക് മുൻപിലെ തടസ്സം മാറിയെന്ന്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ചില തടസ്സങ്ങൾ ദൈവം മാറി. സ്തോത്രം. ഞാൻ പേഴ്സണലി ദൂത് പറയുന്നില്ല, അവസാന നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ചില തടസ്സങ്ങളെ വചനത്തിന്റെ മുമ്പിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സർവശക്തി മാറ്റും. സ്തോത്രം. നമ്മുടെ സഹോദരി ഇതിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കയറുന്നുണ്ടെന്നാ പറഞ്ഞേ. പ്രിയ സിസ്റ്റർ, അദ്ദേഹം ഒരു ജോലിയില്ലാതെ ഭാരപ്പെട്ടു. പ്രൈസിനോട് ഇവിടെ കണ്ടിന്യൂ ഒരു 3 ആഴ്ച കണ്ടിന്യൂ അദ്ദേഹം ഫാസ്റ്റിംഗോടെ ഇവിടെ മീറ്റിങ്ങിന് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. 3-ാമത്തെ ആഴ്ച ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നന്മയ്ക്കെതിരെയുള്ള പൈശാചിക ബന്ധനത്തെ കർത്താവ് അഴിച്ചു മാറ്റി. ദൈവം അഴിച്ചു മാറ്റി വിട്ടുകഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഹല്ലേലൂയ, സ്തോത്രം, നിനക്കുള്ള വിസ അടിക്കാൻ പോവുക. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വേണ്ടി ദൈവം വഴി തുറന്നു, അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നു. ഇന്ന് പകലും എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ, ഞാൻ അവിടെ സന്തോഷമായിരിക്കുന്നു. എങ്ങനെയുള്ള ജോലി കിട്ടും, എങ്ങനെയുള്ള ജോലി എങ്ങനായിരിക്കും എന്നൊക്കെ വളരെ പ്രയാസപ്പെട്ടാ പോയത്. പോകുന്നതിന് മുമ്പ് തലേരാത്രി ഇവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാ പോയത്. അപ്പോഴും എന്നോട് പറഞ്ഞു, പാസ്റ്റർ, അവിടെ ചെല്ലുമ്പോൾ ജോലി എങ്ങനായിരിക്കുമെന്ന് ഒരു എത്തുപിടിയില്ല, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ദൈവം തുറന്ന വാതിലാണെങ്കിൽ നീ ധൈര്യമായി പോവുക, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സഹോദരിയാകട്ടെ, ജോലിയാകട്ടെ, ഏറ്റവും സ്നേഹമുള്ള, അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരിടത്താണ് സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ നിർത്തിയത്. ക്രൈസ്തവനോട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവം ഒരു കാര്യം ചെയ്താൽ അവൻ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. പക്ഷെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, വിശ്വാസത്തിന്റെ അനുസരിച്ചാണ്, നിന്റെ അകത്തുള്ള വിശ്വാസം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതിനുശേഷം വചനം പറയുന്നു, അമർച്ചയായി കർത്താവ് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചു? ഇത് നിങ്ങൾ ആരോടും എന്ത് ചെയ്യരുത്, പറയരുത്. അവരെന്താ ചെയ്തേ? നാട്ടുകാരെ മൊത്തം അറിയിച്ചു. യേശു പറഞ്ഞു, ഇത് ആരോടും പറയരുത്. എന്നാൽ അവിടെ വചനം ഇങ്ങനെ എഴുതി, കൽപ്പിച്ചു എന്നാ എഴുതിയേ. എന്താ എഴുതിയ? കൽപ്പിച്ചു. പക്ഷെ കർത്താവ് ചെയ്ത വിടുതൽ അവർ സാക്ഷീകരിച്ചു. കർത്താവ് ചെയ്ത വിടുതൽ അവർ സാക്ഷീകരിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ചില ടെസ്റ്റിമണികൾ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. സാക്ഷീകരി ഇന്ന് പകൽ നമ്മൾ ദൈവപ്രവർത്തി സാക്ഷ്യമായി കേട്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവത്തിൽ കഴിഞ്ഞ ആഴ്ചയാണോ അതിന്റെ മുമ്പത്തെ ആഴ്ചയാണോ എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പറഞ്ഞ ഒരു പ്രവചനമാണ്. ചില സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കാണുന്നു എന്ന് ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു. ഈ ബുധനാഴ്ച സാക്ഷ്യം വെളിപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ദൂതിനെ പരിശുദ്ധാത്മാവ് നിവർത്തിയാക്കി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, അല്ലെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
ആ 2 കുരുടന്മാരും സൗഖ്യമാണ്. അവരിത്രയും നാള് പിന്തുടർന്നതിനെ മാറ്റി യേശുവിനെ പിന്തുടർന്നു. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി അവരെ പിന്തുടർന്നു വന്നു. ദൈവം അവർക്ക് മറുപടികളെ കൊടുത്തു. ദൈവം അവരെ മാനിച്ചു സഹായിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികളിൽ ഒരു നിമിഷം കണ്ണം നടച്ചില്ല. കണ്ണുകൾ ഒരു നിമിഷമാണ്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ബാഗൊക്കെ ഒരു സൈഡിലോട്ട് വെക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷമാണ്. കർത്താവിന്റെ ദാസിയ റെക്കോർഡ് ഓഫ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ